ഹലോ എവ്രി വൺ, വെൽക്കം ടു വൈഷ്ണാസ് കരിയർ ഹബ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു ആ ചോദ്യം. 10ാം ക്ലാസ് കഴിഞ്ഞോ, +2 കഴിഞ്ഞോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമാണോ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവ പഠിക്കേണ്ടത്? ഇതായിരുന്നു ആള് ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഇഷ്ടമുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ തുടക്കം കുറിച്ചാൽ നല്ലതാണ്. ഈ സമയത്തിന്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പുതിയതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, നല്ല സമയമുണ്ടാവും, ഫ്യൂച്ചറിൽ ഫ്രീലാൻസ് ജോബ്സ് ചെയ്യാൻ അവസരം ലഭിക്കും. അതുപോലെ തന്നെ +2 കഴിയുമ്പോഴേക്കും പോർട്ട്ഫോളിയോ റെഡി ആയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇനി ഇത് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ബേസ് ലെവൽ ഡിസൈനിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് കോഴ്സ് എടുക്കാം. 1 year ഡിപ്ലോമ ഓർ ക്രാഷ് കോഴ്സ് എടുത്തു തുടങ്ങാം. ഫോട്ടോഷോപ്പ്, ഇലുസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ക്യാൻവ, ഫിഗ്മ, ഡാവിൻസി റിസോൾവ് ഇതുപോലുള്ള ടൂൾസ് പഠിക്കാം. ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കാണാം, പ്രാക്ടിക്കൽ പ്രൊജക്ട്സ് ചെയ്ത് തുടങ്ങാം, ഫ്രീലാൻസിങ് ട്രയൽ ജോബ്സ് ചെയ്യാം. അങ്ങനെ സ്ലോലി നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിക്കും. കൂടെ തന്നെ +1 +2 ചെയ്യാം. വളരെയധികം ബുദ്ധിമുട്ടില്ലാത്ത സ്ട്രീം എടുക്കുന്നതായിരിക്കും നന്നാവുക. നിങ്ങളുടെ ലോങ് ടേം ഗോളിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. +2 കംപ്ലീറ്റ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. പക്ഷെ സമയം വേസ്റ്റ് ചെയ്യാതെ +1 +2 തന്നെ പുതിയ ഡിസൈൻസ്, എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ഇന്റേൺഷിപ്സും ഫ്രീലാൻസ് ജോബ്സും ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്കിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ മീഡിയ ഡിസൈൻ ബേസ്ഡ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യാം. ഡിഗ്രി ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ നിങ്ങൾക്ക് ഉണ്ടാകും. പല MNC കമ്പനികൾക്കും ഡിഗ്രി ആവശ്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. +2 കഴിഞ്ഞ് ഡിസൈനിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാച്ചലർ ഓഫ് ഡിസൈൻ ചെയ്യാം, BA മൾട്ടിമീഡിയ, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ BVoc in ആനിമേഷൻ, എഡിറ്റിംഗ് ഓർ ഗ്രാഫിക്സ്. ഇതൊക്കെ ക്രിയേറ്റിവിറ്റി പ്ലസ് തിയറി നോളജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ രണ്ടിന്റെയും കോംബോ ആണ്. ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട പ്ലാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിന് ശേഷം പഠനം തുടങ്ങി പിന്നീട് ഡിഗ്രി എടുത്ത് മുൻപോട്ട് പോവുക. ഇങ്ങനെ ചെയ്താൽ 22 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾ കൂട്ടത്തിൽ സീനിയറായി മാറും. ഓരോ മാർഗവും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഫ്രീലാൻസിങ് ആണെങ്കിലും കമ്പനി ജോബ്സിലാണെങ്കിലും. പിന്നെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ ക്രിയേഷൻസ് പോസ്റ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത് പോർട്ട്ഫോളിയോ ആണ് റിയൽ ആയിട്ടുള്ള പ്രൂഫ്. ക്യാൻവ AI, Adobe Firefly, Runway ML പോലുള്ള AI ടൂൾസ് കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 10ാം ക്ലാസ്സിന് ശേഷം തന്നെ തുടങ്ങുക, പക്ഷേ വിദ്യാഭ്യാസം ഉപേക്ഷിക്കരുത്. കാരണം സ്കില്ലും നോളജും ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുള്ളപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉറപ്പുവരുത്താൻ സാധിക്കാം. അപ്പോൾ ഈ ഡൗട്ടിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.